പരിശുദ്ധ ജപമാല മാസത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. റോസറി വാറിൻ്റെ ദിനാഘോഷങ്ങൾ കൂടുതൽ ശക്തമായി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിശ്ചയമായും കൃപാവരങ്ങൾ നാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൈവത്തിന് ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ ജപമാലയെ സ്നേഹിച്ചവരും പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചവരുമായ ഒരുപാട് വിശുദ്ധാത്മാക്കൾ കത്തോലിക്ക സഭയിലുണ്ട്. അവരുടെ ഓർമ്മകളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ജീവിത ശൈലികളുമൊക്കെ എന്നും നമുക്ക് കരുത്തു പകരുന്നതാണ്. അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ മാറ്റുകൂട്ടുവാൻ ഈ ജപമണികൾ എന്തുമാത്രം അവരെ സഹായിച്ചുവെന്നും അവരിലൂടെ ദൈവം എങ്ങനെയാണ് സുവിശേഷവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായൊരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് ഈ നാളുകളിൽ ചിന്തിച്ചെടുക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഡൊമിനിക്കിന് ജപമാലയുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ പദ്ധതികളെ കുറേ കൂടി വ്യക്തമായി മനുഷ്യമക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ ഭൂമിയുടെ നവീകരണത്തിനു വേണ്ടി പരിശുദ്ധ തൃത്വത്തിൻ്റെ ശക്തമായൊരായുധമായിട്ട് അമ്മ ഈ മാല നമുക്ക് നൽകുകയാണ്. ലോകത്തെ നവീകരിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ജപമാല എന്ന പ്രാർത്ഥന ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നതാണ് അവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എൻ്റെ ജപമാല ചൊല്ലുക, അത് ചൊല്ലാൻ എല്ലാവരെയും പഠിപ്പിക്കുക, ശിലാകൃതയരെ ദൈവത്തിലേക്ക് നയിക്കാൻ അത് നിന്നെ സഹായിക്കുമെന്ന് അമ്മ വിശുദ്ധ ഡൊമിനിക്കിനോട് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലുന്നവരെല്ലാവരും എൻ്റെ വാത്സല്യമുള്ള പുത്രന്മാരും കർത്താവിൻ്റെ സഹോദരരുമായിരിക്കുമെന്നുള്ള അമ്മയുടെ വാഗ്ദാനം നമ്മുടെ മനസ്സുകളിൽ പ്രത്യേകമായി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. ഈ ജപമണികളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഡൊമിനിക്കിനോട് അമ്മ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ ഡൊമിനിക്ക് തൻ്റെ സാഹചര്യങ്ങൾ ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. അദ്ദേഹം ജപമാലയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ ആരംഭിച്ചു എന്നാണ് നാം കാണുക. ജപമാലയെക്കുറിച്ചുള്ള ധ്യാനങ്ങളും പ്രാർത്ഥനകളും ജനങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ ധ്യാനത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ വലിയ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ, ദേശങ്ങളിൽ ദൈവകൃപയുടെ പുതിയ വർഷിക്കപ്പെടലുകൾ സംഭവിക്കുന്നത് നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ജപമാല ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് ഡൊമിനിക്കിനോട് പറഞ്ഞ പരിശുദ്ധ അമ്മ ഈ ജപമാലയിലൂടെ തിന്മയുടെ ശക്തികളെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് വിശുദ്ധ ഡൊമിനിക്കിന് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ധ്യാന സമയങ്ങളിലും തിന്മയുടെ ശക്തികൾ, സാത്താൻ്റെ ശക്തികൾ അനേകം മനുഷ്യരിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം കാണാനിടയായി. ക്രിസ്തുവിലേക്ക് വളരെ ശക്തമായി അവർ കടന്നു വരുന്നത് കാണാനിടയായി. അവരുടെ പ്രാർത്ഥനയിലൂടെ പാഷണ്ഡതകൾ ഇല്ലാതാകുന്നത് കാണാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലും ഈ ദൈവശക്തി നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ദൈവശക്തിയെ സ്വീകരിക്കാൻ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മധ്യസ്ഥയോടു കൂടെ തന്നെ ഈ ജപമാല രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ധ്യാനം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജപമാലയുടെ അപ്പസ്തോലനെന്ന് കത്തോലിക്ക തിരുസഭ പ്രഖ്യാപിച്ച വാഴ്ത്തപ്പെട്ട ബെർത്തലോ ലോങ്കയുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു നോക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഇറ്റലിയിലെ നേപ്പിൾസിൽ ജനിച്ചുവെങ്കിലും അമ്മയുടെ ശിക്ഷണത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തുവെങ്കിലും ഉപരിപഠനത്തിനായി വടക്കേ ഇറ്റലിയിലേക്ക് പോയതോടുകൂടി ലോങ്കോയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സ്പിരിറ്റിസത്തിലേക്കും തുടർന്ന് സേറ്റനിസത്തിലേക്കും അദ്ദേഹം ആകർഷിക്കപ്പെടുകയും സാത്താൻ പുരോഹിതനായി അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യം, ക്രിസ്തുവിനെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം. പക്ഷേ ഇതാണ് സാഹചര്യമെങ്കിലും ഈ സാഹചര്യത്തിൽ ദൈവത്തിന് ഇടപെടാൻ കഴിയും, പ്രത്യേകിച്ച് പരിശുദ്ധ ജപമാലയിലൂടെ സാധിക്കുമെന്നുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഈ സംഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഇത് അറിയാനിടയാകുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ രാവും പകലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ ജപമാല മണികളിലൂടെ ഒരിക്കൽ കൂടി തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മയുടെ സകല സ്വാധീനങ്ങളും നീങ്ങിപ്പോവുകയും ദൈവത്തിൻ്റെ കൃപ വീണ്ടും കടന്നു വരികയും ചെയ്യുകയാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് തിരികെ വന്ന സാഹചര്യത്തിൽ നേപ്പിൾസിലെ പോംബെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത ഇതാണ്: ക്രിസ്തുവിനെ ഞാൻ പരിപൂർണമായി ഉപേക്ഷിച്ചതാണ്, തിരികെ സ്വീകരിച്ചെങ്കിലും പിശാചിന് എൻ്റെ മേൽ ഇപ്പോഴും ആധിപത്യമുണ്ട്, അവൻ്റെ ഇംഗിതങ്ങൾക്ക് ഞാൻ വഴങ്ങിക്കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തെ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ പോംബെ പള്ളി, പ്രസിദ്ധമായ പോംബെ പള്ളിയിലിരുന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
മറ്റാരും അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കുകയാണ്. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: എൻ്റെ ജപമാല പ്രചരിപ്പിക്കുന്നത് ആരായാലും ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. ഇതായിരുന്നു ആ സ്ത്രീ ശബ്ദം. ആ ശബ്ദം കേട്ടതു മാത്രമല്ല, അദ്ദേഹത്തിലേക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം അതിശക്തമായി കടന്നു വരികയും ഒരു സംരക്ഷണ വലയം തനിക്ക് ചുറ്റും രൂപപ്പെടുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഭയം അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം നമ്മോട് അനുഭവം പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലൊരു കാര്യം കേൾക്കാനിടയായ ആ നിമിഷം മുതൽ അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനെയാണല്ലോ അമ്മ പറഞ്ഞത്: എൻ്റെ ജപമാല പ്രചരിപ്പിക്കുന്നത് ആരായാലും ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെടുമെന്നല്ല, രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആ ഉറപ്പിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ വലിയൊരു വിപ്ലവം തന്നെ നടക്കുകയാണ്. എന്തായിരുന്നു വിപ്ലവം? ഒരാത്മീയമായിട്ടുള്ള വലിയൊരു മാറ്റം. അവിടെ മുഴുവനും ജപമാലയുടെ വലിയൊരു കടൽ പോലെ ആയിത്തീരുകയാണ്. അദ്ദേഹം അവിടെ ജപമാല പ്രദക്ഷിണങ്ങളും ജപമാല റാലികളും ജപമാല നൊവേനുകളും ആരംഭിച്ചതായി ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വലിയ ദൈവകൃപ വർഷിക്കപ്പെടുകയാണ്. ജനമൊന്നടങ്കം തങ്ങളുടെ ജീവിതത്തിലെ അധാർമികതകൾ പരിപൂർണമായി ഉപേക്ഷിച്ച് ധാർമ്മികമായ അനുഗ്രഹപൂർണമായ ദൈവകൽപ്പനകൾക്കനുസൃതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് പോംപെയുടെ ചരിത്രത്തിൽ നാം കാണുക. ആ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രാവലോകനം നാം നടത്തുകയാണെങ്കിൽ നമുക്കറിയാം, പോംപെ പട്ടണം മുഴുവനും അധാർമികതയ്ക്ക് വേണ്ടി മാറ്റിവെച്ച, ലൈംഗികമായിട്ടുള്ള എല്ലാ തിന്മകൾക്കും വേണ്ടി മാറ്റിവെച്ച ഒരിടമായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ആ ലൈംഗിക അരാജകത്വം മുഴുവനും ഒരഗ്നിപർവ്വതത്തിൻ്റെ രൂപത്തിൽ അവരെ മൂടുവോളം തിന്മ നിറഞ്ഞ ഒരു സാഹചര്യം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ അവിടേക്കാണ് പരിശുദ്ധ അമ്മ അതിശക്തമായി കടന്നു വരുന്നതും ആ കാലഘട്ടത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയുടെ വർഷം അവിടെ ആരംഭിക്കുന്നതും. വാഴ്ത്തപ്പെട്ട ബർത്തലോലോങ്കയുടെ ജീവിതത്തിലൂടെ ദൈവകൃപ അവിടെ വർഷിക്കപ്പെട്ട നാൾ മുതൽ പോംപെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായി മാറി. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കാണാൻ സാധിക്കുക രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എല്ലായിടങ്ങളിലും നാസിപ്പടയാളികൾ ബോംബിട്ടപ്പോൾ ഈ പോംപെ പട്ടണത്തിലും ബോംബ് വന്നു വീണു. പക്ഷേ ഒന്നുപോലും നാശത്തിനിടയാകാൻ പരിശുദ്ധ കന്യകാമറിയം അനുവദിച്ചില്ല. നമ്മുടെ കത്തോലിക്ക സഭയിൽ എല്ലാ മാർപ്പാപ്പമാരും പ്രാർത്ഥിക്കാനായി പോകുന്ന ഒരു സങ്കേതം കൂടിയാണ് ഇന്ന് പോംപെയിലെ ആ പ്രിയപ്പെട്ട ദേവാലയം. പ്രിയ സഹോദരങ്ങളെ, ഓർമ്മയിലുണ്ടാകണം, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയവും അമ്മ നൽകിയ ജപമാല പ്രാർത്ഥനയും എന്തുമാത്രം സ്വാധീനമാണ് വയ്ക്കുക, എന്തുമാത്രം മാറ്റമാണ് കൊണ്ടുവരിക. കാരണം അത് വെറുമൊരു പ്രാർത്ഥനയല്ല, ദൈവം ഡിസൈൻ ചെയ്ത പ്രാർത്ഥനയാണ്. പരിശുദ്ധ തൃത്വം തന്നെ ഒരുക്കിയ മനോഹരമായൊരു പ്രാർത്ഥനയാണത്. അതിലൂടെ ലോകം നവീകരിക്കപ്പെടണമെന്നതായിരുന്നു ദൈവഗതമെങ്കിൽ ആ നവീകരണത്തിൻ്റെ അനുഭവങ്ങളാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കണ്ടെടുക്കാനായി സാധിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഈ ഒരു നവീകരണത്തിൻ്റെ അനുഭവം ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ? നമ്മളൊന്നും മനസ്സായാൽ വിശ്വാസത്തോടെ അതിനെ സമീപിക്കുകയാണെങ്കിൽ നിശ്ചയമായും ആ കൃപ നമുക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് മുഴുവനും വേണ്ടി സ്വീകരിക്കാൻ സാധിക്കുകയില്ലേ? ബർത്തലോലോങ്കോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കുകയും ജപമാല പ്രചരിപ്പിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ ആ പോംപെ പട്ടണത്തിൻ്റെ പഴയ ചരിത്രങ്ങൾ മുഴുവൻ മാറ്റിമറിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു പുതിയ ചരിത്രം സ്ഥാപിക്കുവാൻ സാധിച്ചെങ്കിൽ ഈ ലോകത്തിൻ്റെ തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിനെ നവീകരിക്കാൻ ഹൃദയപൂർവ്വമായ പ്രാർത്ഥനകൾക്ക് എത്ര ശക്തമായ സ്വാധീനമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്താതെ കൂടുതൽ കർമ്മശേഷിയോടുകൂടി അതിലേക്ക് കടന്നു വരിക എത്രയോ ഉചിതമായ ഒരു കാര്യമാണ്. നിശ്ചയമായും ആ കൃപകൾ നമുക്ക് സ്വീകരിച്ചെടുക്കാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജപമാലയുടെ പാപ്പ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ലിയോ 13 മാർപ്പാപ്പയും വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അനേകം തിന്മകളോട് പൊരുതാനുള്ള ആത്മീയ ആയുധമായിട്ടാണ് ഈ ജപമാലയെ കാണുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഓർത്തെടുക്കുക ദൈവദാസനായ ഫാദർ പാട്രിക് പേറ്റൻ്റെ ജീവിതമാണ്. അദ്ദേഹവും കുടുംബ ജപമാലയുടെ അപ്പസ്തോലൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചു. പഠിക്കാനായി ഒട്ടും മിടുക്കനല്ലാതിരുന്ന അദ്ദേഹത്തെ അധികാരികൾ പുറത്താക്കിയെങ്കിലും ദൈവം അദ്ദേഹത്തെ ഒരിക്കലും പുറത്താക്കിയില്ല.
വൈദികനാകുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാതിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ച ശക്തമായ അനുഭവമായിരുന്നു ജപമാലയിലൂടെ ഒരുക്കിയ വലിയൊരു അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹമാണ് പറഞ്ഞു വയ്ക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ജപമാല ചെല്ലുന്ന കുടുംബങ്ങൾ ഒരിക്കലും നശിച്ചു പോകാൻ ദൈവമാതാവ് അനുവദിക്കില്ല എന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അത് വളരെ അന്വർത്ഥമായി നാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും ഈ പ്രാർത്ഥനകൾക്കൊരു ഭംഗം വരാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലും താളപ്പിഴകൾ സംഭവിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ പ്രാർത്ഥനയിൽ നിന്ന് നാം മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പതുക്കെ പതുക്കെ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും എല്ലാവിധ തിന്മകളിലേക്കും നാം കടന്നു പോകാൻ ഇടയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 20-ാം നൂറ്റാണ്ട് കണ്ട വലിയൊരു വിശുദ്ധനായിരുന്നല്ലോ വിശുദ്ധ പാദ്രെ പിയോ. പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരാഴമേറിയ ബന്ധത്തിൻ്റെ അനുഭവം അദ്ദേഹം നമ്മളോട് എല്ലാ കാലത്തും പങ്കുവെക്കുന്നുണ്ട്. പരിശുദ്ധ ജപമാല അത്ര ശക്തമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് നാം എല്ലാം അറിയുന്ന കാര്യമാണ്. പഞ്ചശതധാരിയായ അദ്ദേഹം ഈശോയോടുള്ള അത്യഗാധമായ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നതും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുക, യേശുവിലേക്കുള്ള എൻ്റെ കുറുക്കുവഴി പരിശുദ്ധ അമ്മയാണ്. അമ്മയോടുള്ള ആ വലിയ സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കും, പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കണമെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാനുള്ള ശബ്ദം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്രകാരമാണ് അദ്ദേഹം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് ജപമാല ചൊല്ലേണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലായ്പ്പോഴും ജപമാല ചൊല്ലണമെന്നാണ്. അമ്മ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരുന്നു, ഈ ആയുധം കൊണ്ട് നീ വിജയം വരിക്കുമെന്ന്. തീർച്ചയായും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും സാത്താൻ്റെ നിരന്തരമായ ആക്രമണങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്ന ഒരു ജീവിതമായിരുന്നല്ലോ പാദ്രെ പിയോയുടേത്. ആ സമയങ്ങളിലെല്ലാം ഈ ജപമാലയാണ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത്, സഹായിച്ചു കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കും, പരിശുദ്ധ ജപമാലയുടെ ഓരോ രഹസ്യത്തിലും പരിശുദ്ധ കന്യകാമറിയം സന്നിഹിതയാണ് എന്ന്. ആ ഒരു അനുഭവത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജപമാല പ്രാർത്ഥനകൾ മുഴുവനും. എല്ലാ ദിവസവും 45ഓളം ജപമാലകൾ ചൊല്ലിയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നാം കണ്ടെടുക്കുക. ഈ ഒരു ജപമാല ഭക്തി അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുമ്പോൾ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തും, ജപമാല നമുക്ക് നൽകിയിരിക്കുന്നത് നാരകീയ ശക്തികളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷേ സാത്താൻ എല്ലായ്പ്പോഴും ജപമാലയെ തകർക്കാനായിട്ട് ശ്രമിക്കും, പക്ഷേ ഒരിക്കൽ പോലും അവൻ വിജയിക്കില്ല എന്നാണ് പാദ്രെ പിയോ നമ്മോട് പറയുക. പാദ്രെ പിയോയുടെ ജീവിതത്തിൻ്റെ വഴികൾ മുഴുവനും പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായി ക്രമീകരിച്ചതായി നാം കാണുന്നുണ്ട്. ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കാൻ, ഈശോയുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധം, പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധം, അതിനെല്ലാം പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ഒരുക്കിയിരുന്നു. ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് അമ്മ തന്നെ വന്ന് അദ്ദേഹത്തെ ഒരുക്കിയിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അദ്ദേഹം അൾത്താരയിൽ എത്തിക്കഴിയുമ്പോൾ അൾത്താരയുടെ വലതുവശത്തായി പരിശുദ്ധ അമ്മ വന്നു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഓരോ പരിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ശക്തമായ കൃപാവരങ്ങൾ വർഷിക്കപ്പെട്ടതായി, മാനസാന്തരങ്ങൾ നടന്നതായി നാം കാണുകയാണ്. അതുമാത്രമല്ല, അമ്മയുടെ ആ ജീവിതത്തിൻ്റെ തിടുക്കം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും നമുക്ക് നന്നായി കണ്ടെടുക്കാൻ പറ്റും. പാവപ്പെട്ടവരെ സഹായിക്കാനും ഉചിതമായ എല്ലാ ഉപപ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയവും ചെലവഴിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ നേടിയ ശക്തി രോഗി ശുശ്രൂഷയിലേക്കും മറ്റിതര നന്മകൾക്ക് വേണ്ടിയും അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിനോട് ഒഴുകിയ ദൈവകൃപ ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുഴുവനും അനുഗ്രഹമായി തീർന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചുകൊണ്ട് അനേകം രോഗികൾക്കുള്ള ആശ്വാസ കേന്ദ്രമായി അദ്ദേഹം അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ വർഷിക്കുന്നത് നാം കാണുകയാണ്. ഇങ്ങനെ ഓരോ വിധത്തിലും അദ്ദേഹം ദൈവരാജ്യം പടുത്തുയർത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അതുമാത്രമല്ല, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ ദൈവിക ശക്തി മറ്റനേകരിലേക്ക് കടന്നു വരാൻ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. നിശ്ചയമായും ഈ പരിശുദ്ധ ജപമാലയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവികതയാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന, പരിശുദ്ധ ജപമാല ചെല്ലുന്ന ഒരു വ്യക്തിയും തനിക്ക് വേണ്ടി തന്നെയല്ല സാമ്രാജ്യങ്ങൾ ഒരുക്കുന്നത്.
അവർക്കൊരിക്കലും സ്വാർത്ഥ തൽപരരായിരിക്കാൻ സാധിക്കുകയില്ല. അവർ നിശ്ചയമായും എലിസബത്തിൻ്റെ അരികിലേക്ക് പോയ പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവരാകും. ആത്മാവിൻ്റെ ചലനങ്ങൾക്ക് പരിപൂർണമായി വിധേയപ്പെടുന്നത് കൊണ്ട് കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ ശക്തരായി തീരുന്നവരായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MSMI സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായ ദിവംഗതനായ മോൺസിഞ്ഞൂർ CJ വർക്കിയച്ചൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധ അമ്മയുമായിട്ട് ആഴമേറിയ ഒരു ബന്ധപ്പെടലായിരുന്നു. അതിലൂടെ തന്നെ അദ്ദേഹത്തിന് അമ്മയുടെ പേരിൽ തന്നെയുള്ള ഒരു സന്യാസ സമൂഹത്തെ സ്ഥാപിക്കുകയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ നിർമ്മല ധ്യാന കേന്ദ്രം തുടങ്ങുകയും അതിലൂടെ അനേകായിരങ്ങളെ ദൈവത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവും പകലും അമ്മയുടെ സ്തുതിക്കായി കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടും ജപമാല ചൊല്ലിക്കൊണ്ടും തൻ്റെ കഴിവുകൾക്ക് അനേകം പരിമിതികളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയിൽ പരിപൂർണമായ ആശ്രയം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. നിശ്ചയമായും ദൈവശക്തിയാണ് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഏതു ബുദ്ധിമുട്ടിലും അദ്ദേഹം തിരിഞ്ഞത് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ അരികിലേക്കായിരിക്കും. അമ്മയോട് പറഞ്ഞ അമ്മയുടെ സ്തുതിക്കായി ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നറിഞ്ഞിരുന്ന അദ്ദേഹം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്തതായി അദ്ദേഹത്തിൻ്റെ കത്തുകളിലൂടെയും പഠനങ്ങളിലൂടെയും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാതൃഭക്തരായ എല്ലാ വിശുദ്ധാത്മാക്കളും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഈ ഒരു മാതൃക തന്നെയാണ്. ദൈവമാതാവിനെ ആശ്രയിച്ചിട്ട് അവളുടെ ജപമാല പ്രാർത്ഥിച്ചിട്ടും ഒരാൾ പോലും നാശത്തിലേക്ക് പോകാൻ ഇടയായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തെ ഒരിക്കൽ കൂടി ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നാം നൽകുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ജപമാലയുടെ സ്വാധീനം എന്തുമാത്രമുണ്ട് എന്ന് നാം ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ജപമണികളിലൂടെ കടന്നു പോകുമ്പോൾ കൃപ നമ്മളിൽ നിറയാതെ പോകുന്നുണ്ട് എങ്കിൽ, ആവർത്തന വിരസതയാണ് എങ്കിൽ, ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയിട്ടും അതൊന്നും അനുഗ്രഹമായി മാറുന്നില്ല എങ്കിൽ പരിശുദ്ധ അമ്മയോട് തന്നെയുള്ള ബന്ധത്തിൽ നാം ഒന്ന് നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ആൻസലത്തിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്ന ഒരു സംഭവം ഓർക്കുകയാണ്. വിശുദ്ധ ആൻസലം വളരെ പ്രത്യേകമായി പല തവണകളിൽ അമ്മയുടെ ദർശനം സ്വീകരിച്ചു കൊണ്ടിരുന്ന ആളാണ്. ഒരു ദിവസം ഈശോ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആൻസലം, ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയാമോ? ആൻസലം മറുപടി പറഞ്ഞു, എനിക്കറിയില്ല കർത്താവേ. ഉടനെ ഈശോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആൻസലത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണോ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് അതുപോലെ നീയും സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെയാണോ എൻ്റെ അമ്മയെ അനുകരിക്കുന്നത് അതുപോലെ നീയും അനുകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെയാണോ എൻ്റെ അമ്മയെ അനുസരിച്ചിരുന്നത് അതുപോലെ നീയും അനുസരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെയാണോ എൻ്റെ അമ്മയെ നീണ്ട 30 വർഷക്കാലം അനുഗമിച്ചിട്ടുള്ളത് അതുപോലെ അനുഗമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പറഞ്ഞിട്ട് ഈശോ കടന്നു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ആൻസലത്തിൻ്റെ അരികിലെത്തി. അമ്മയ്ക്കുണ്ടായിരുന്ന ചോദ്യവും മറ്റൊന്നായിരുന്നില്ല. അമ്മ ഇങ്ങനെയാണ് ആൻസലത്തോട് ചോദിക്കുന്നത്, മോനെ, ഞാൻ എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയാമോ? ആൻസലം തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കറിയില്ല. ഉടനെ തന്നെ അമ്മ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം അമ്മ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ എങ്ങനെയാണോ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നത് നീ അതുപോലെ അവനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെയാണോ എൻ്റെ ഈശോയെ അനുസരിക്കുന്നത് അതുപോലെ നീയും അനുസരിക്കണം. ഞാൻ എങ്ങനെയാണോ അവനെ അനുകരിക്കുന്നത് അതുപോലെ നീയും അനുകരിക്കണം. ഞാൻ എങ്ങനെയാണോ അവനെ ബഹുമാനിക്കുന്നത് അതുപോലെ നീയും ചെയ്യണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയ്ക്കും ഈശോയ്ക്കും നമ്മളോട് പറയാൻ ഇതാണുള്ളത്. അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ടും ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഇതുപോലൊരു വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ തിരുത്തെഴുത്തുകൾ എവിടെയൊക്കെയോ ആവശ്യമാണെന്ന ബോധ്യത്തോടുകൂടെ തന്നെ ഈ ജപമാലയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരണം.
ഓരോ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോഴും ആ കൃപ നമ്മിലേക്ക് മാത്രമല്ല ലോകത്തിലേക്കും വർഷിക്കപ്പെടാനുള്ള ശക്തമായ ഒരു ഉൾദാഹം നമ്മുടെ മനസ്സുകളെ ബോധ്യപ്പെടുത്തട്ടെ. സുവിശേഷം നമ്മെക്കൊണ്ട് അവസാനിക്കുന്നതല്ല എങ്കിൽ ആ സുവിശേഷത്തിൻ്റെ ശക്തി ലോകം മുഴുവനിലേക്കും പടരേണ്ടതുണ്ട്. അമ്മ 1945 ആംസ്റ്റർഡാമിൽ ഈഡാ പീഡമാന് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ അമ്മ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ തിന്മകളെ പ്രതിരോധിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഈ കാലഘട്ടത്തിൻ്റെ യുദ്ധങ്ങളെയും തകർച്ചകളെയും നീക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല പരിശുദ്ധാത്മാവിനല്ലാതെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനും ഈ ഭൂമുഖത്തെ ഒന്നുകൂടി നവീകരിക്കാനും അമ്മ ആവശ്യപ്പെടുകയായിരുന്നു. എല്ലാ ദിവസവും ജപമാല ചെല്ലണമെന്നും അതുവഴി യുദ്ധങ്ങൾ ഇല്ലാതാകുമെന്നും ഈഡാ പീഡമാനോട് പറഞ്ഞ അമ്മ നമ്മോടും ഇതുതന്നെയാണ് പറയുക. അതിനുശേഷം അമ്മ കൂട്ടിച്ചേർത്തു, ആത്മാക്കളെ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സഹകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധാത്മാക്കളെല്ലാവരും തങ്ങളുടെ ജീവിതത്തിലൂടെ അനേകായിരങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വഴികൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കും ഈ കാലഘട്ടത്തിൽ അനേകരെ ഈശോയിലേക്ക് നയിക്കാനുള്ളൊരു വഴിയായി ജപമാല മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ചെറിയ നിയോഗങ്ങൾ മാത്രമല്ല, മറിച്ച് ലോകത്തിൻ്റെ വലിയ നവീകരണത്തിന് വേണ്ടിയുള്ള കൃത്യമായ ബോധ്യത്തോടെയുള്ള പ്രാർത്ഥനകൾ ഉയരട്ടെ. അതിനുള്ള അനുഗ്രഹം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ അമ്മേ, നീ ആരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിൽ ഈശോയുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് അവർ കടന്നു വന്നു. അവരുടെ കുടുംബങ്ങളും ദേശങ്ങളും രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ നീ ഇടയാക്കി. അവരിലൂടെ അനേകായിരങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവകൃപകൾ വർഷിക്കപ്പെട്ടു. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യത്തിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളിലേക്കും ഞങ്ങളുടെ രാഷ്ട്രത്തിലേക്കും ഈ ലോകം മുഴുവനിലേക്കും ദൈവകൃപ വർഷിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപമാല മണികളെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊപ്പം ഞങ്ങളുടെ മനസ്സുകളെ വിശാലമാക്കുകയും രക്ഷാകരമായ സ്നേഹം കൊണ്ട് അതിനെ പവിത്രീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ, കൃപാവരത്തിന് നാഥേ, ഞങ്ങളെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.